അർജുൻ കല്യാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വാണിമേൽ പഞ്ചായത്ത് ഓഫീസിൽ അതിന് ചുറ്റും ഇപ്പോൾ ആളുകളും കൂടിയിട്ടുണ്ട്. VS രഞ്ജിത്തും അർജുൻ കല്യാടുമാണ് അവിടെയുള്ളത്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രഞ്ജിത്ത് അവിടെ 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. 4 കടകൾ നശിച്ചു. 5.8 കോടി രൂപയുടെ നഷ്ടമാണ്. ഈ നഷ്ടമുണ്ടായത് അവിടെ താമസിച്ചിരുന്ന പാവം മനുഷ്യർക്കാണ്. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ആളുകൾ കൂടുതലായി അവരുടെ ദുരിതം വിവരിക്കുകയാണോ VS രഞ്ജിത്ത്, അർജുൻ കല്യാട്? സുജയ, തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കൊപ്പം ഇവിടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്. അതുപോലെ തന്നെ ഈ ദുരന്തബാധിത പ്രദേശത്തെ ആളുകളുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് പഞ്ചായത്തല്ല ചെയ്യേണ്ടത്, റവന്യൂ ആണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. റവന്യൂ വിളിക്കുമ്പോൾ അവർക്ക് പാരിഷ് ഹാളിലേക്ക് മാറ്റാമെന്ന് പറയുന്നു. അങ്ങനെ പലരും കൈ കഴുകുന്നൊരവസ്ഥയുള്ളത്. നിങ്ങളോട് ഇപ്പോൾ പഞ്ചായത്തിന് എന്താ പറയുന്നത്? എന്താ പഞ്ചായത്തിന് എന്തെങ്കിലും പറയുന്നത്? പഞ്ചായത്തിൽ നിന്ന് ഇവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വീട് കണ്ടുപിടിക്കുക, വീട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇവർ വന്ന് നോക്കി അത് റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ പറയുന്നത് ഞങ്ങളത് പോയി വീട് കണ്ടുപിടിച്ചിട്ട് ഇവരെ വിളിക്കും. വിലങ്ങാടേക്ക് പോയിട്ട് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് വീട് കണ്ടുപിടിക്കും, എന്നിട്ട് ഇവർ വന്നിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞേക്കുന്നത്. അതിലിപ്പോൾ 2 പഞ്ചായത്ത് സെക്രട്ടറിയാണ് സുജയ. അതായത് 2 വീട് ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നരിപ്പറ്റ വില്ലേജിൻ്റെ 2 ക്വാർട്ടേഴ്സ്. പക്ഷേ അത് ഇവർക്ക് ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അവർ കണ്ടുപിടിക്കട്ടെ, നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് പൂട്ടിയപ്പോൾ ഇവർ മാത്രം പുറത്തായി പോയത്. അല്ല, ഇവർ മാത്രം പുറത്തായതല്ല. ഇവർ ഞാൻ പറഞ്ഞില്ലേ, അവരിങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ആൾക്കാരിങ്ങനെ മാറ്റി താമസിക്കുന്നു. ഇവരിപ്പോൾ ഈ 4 പേർക്ക് ഈ പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നാണല്ലോ ഇത് മനസ്സിലാവുന്നത്. ആ വിഷയം നമ്മളായിട്ടൊന്ന് നേരത്തെ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി ഗ്യാപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത് പരിഹരിക്കും. നമുക്കത് അവർ കാണിക്കട്ടെ, നമ്മളെന്ത് ചെയ്യുക, ഞങ്ങളത് വേണ്ട പോലെ ചെയ്യാം. ഓക്കെ. ജനപ്രതിനിധി, പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇതിൽ ഇടപെടും. തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്നത് മാത്രമല്ല, 800 ആളുകളെ ക്യാമ്പുകളിൽ നമ്മൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോയിട്ട് പഞ്ചായത്ത് നേതൃത്വത്തിലും റവന്യൂ നേതൃത്വത്തിലും എല്ലാ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ക്യാമ്പുകൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ 4 കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവർക്ക് വീട് പോയിട്ടുള്ള ആളുകളാണ്. അത് ഇവരെയും നമ്മൾ ഇന്നലെ തന്നെ മാറ്റി താമസിക്കുമെന്നുള്ള രീതിയിൽ തഹസിൽദാറും മറ്റാളുകളും ബന്ധപ്പെട്ടപ്പോൾ കുറച്ചൊരു ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. രഞ്ജിത്ത്, ഇനി അറിയേണ്ടത് ഒരു കാര്യം, ദുരന്തബാധിതരായ ആളുകൾക്ക്, അതായത് വരുമാനം നിലച്ച മനുഷ്യരാണ്, അവിടെയുള്ള ജീവനോപാധികൾ നഷ്ടമായ മനുഷ്യരാണ്. അവർക്ക് ഇപ്പോൾ ഈ പ്രതിമാസ തുക അല്ലെങ്കിൽ ദിവസത്തുക അതിപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് അനുവദിക്കുന്നുണ്ട്. ഇവിടെ ജീവനാശം ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നാശവും അവിടുത്തേതുപോലെ അല്ലെങ്കിൽ അതിന് അപ്പുറം സംഭവിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പലയിടങ്ങളിൽ ഉരുൾ പൊട്ടിയതാണ്.